ഒരാൾ ആരാധനയോടെ എനിക്ക് സമ്മാനിച്ച മുഖചാർത്താണിത്. എന്നാൽ ഇത് ഞാൻ മുഖത്തണിഞ്ഞപ്പോഴാണ് ഇതെന്റെ മുഖത്തേക്ക് എത്തപ്പെട്ടതിന്റെ അധ്വാനം മനസ്സിലായത്. പക്ഷേ ആ അധ്വാനവും കഷ്ടപ്പാടുകളും എനിക്കിത് സമ്മാനിച്ച വ്യക്തിയുടേതായിരുന്നില്ല. അതിലുണ്ടായിരുന്ന ചോരയുടെയും വിയർപ്പിന്റെയും ഗന്ധത്തിലൂടെ ഞാൻ ആ മനുഷ്യനിലേക്കെത്തി. സദാസമയവും ദുർഗാദേവിയെ ഭജിച്ചുകൊണ്ട് കഷ്ടപ്പാടുകൾക്കിടയിലും സന്തോഷത്തോടെ തന്റെ കർമ്മങ്ങൾ നിറവേറ്റുന്ന അയാളുടെ സ്നേഹം ചൂഷണം ചെയ്യപ്പെടുന്നത് ഞാൻ മനസ്സിലാക്കി. ആ മുതലെടുപ്പ് നടത്തിയത് എനിക്ക് സമർപ്പണം നടത്തിയ വ്യക്തി തന്നെയായിരുന്നു. അതായിരുന്നു എന്നെ ഏറെ സങ്കടപ്പെടുത്തിയത്. എന്നെ പരിഗണിക്കാത്തവരുടെ തെറ്റുകൾ പെട്ടെന്ന് ഞാൻ തീർപ്പാക്കില്ലെങ്കിലും എന്നെ ഭജിക്കുന്നവരുടെ തെറ്റുകൾക്ക് അപ്പോൾ തന്നെ എന്റേതായ തിരുത്തൽ നടപടികൾ ആരംഭിക്കും. അത് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ അവരുടെ അതേ വഴിയിലൂടെ അവർ പോലും അറിയാതെ അവരെ കൊണ്ട് തന്നെ സ്വയം ശിക്ഷകൾ ഏറ്റുവാങ്ങുന്ന നടപടിക്രമങ്ങളായിരിക്കും ഞാൻ നൽകുന്നത്. എന്റെ മുഖത്തേക്ക് ആവരണം സമ്മാനിച്ച നിമിഷം മുതൽ ആ വ്യക്തിയുടെ അസാൻമാർഗിക പ്രവൃത്തികളും അതിനായി പറഞ്ഞു വിശ്വസിപ്പിച്ച നുണകളും അയാൾക്ക് നേരെ തന്നെ ചോദ്യങ്ങളായി തിരിയുന്ന അവസ്ഥയിലേക്ക് ഞാൻ നയിച്ചു. അതയാളെ കൂടുതൽ ദുരിതത്തിലാക്കുകയും അതുവരെയും സ്നേഹത്തിനെ ചൂഷണം ചെയ്ത് നേടിക്കൊണ്ടിരുന്നതൊക്കെയും തടയപ്പെടുകയും ചെയ്തു. സ്വന്തം ജീവിതത്തിൽ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വന്നു ചേർന്നപ്പോൾ ഒരാളുടെ സ്നേഹത്തിൽ മായം കലർത്തി കൂടെ ചേർത്തവർ ആരും തന്നെ അയാൾക്ക് സഹായികളായി കൂടെ ഉണ്ടായില്ല. കൂടാതെ തനിക്കൊപ്പം ഉണ്ടായിരുന്നവരിൽ ആരും തന്നെ തന്റെ നന്മക്കായി കൂടെ നിൽക്കുന്നവരല്ലെന്നും സ്വന്തം സന്തോഷങ്ങൾക്കായി കൂടെ ചേർത്തവരിൽ ചിലർ തന്നെ ചൂഷണം ചെയ്യുകയായിരുന്നു എന്ന സത്യവും അയാൾ മനസ്സിലാക്കി. തന്നെ സ്നേഹിച്ച ആളുടെ നന്മയിലൂടെ തനിക്ക് വന്നു ചേർന്ന നേട്ടങ്ങൾ എന്തായിരുന്നുവെന്നും അയാളെ വഞ്ചിച്ചുകൊണ്ട് സ്വന്തം സന്തോഷങ്ങൾക്കായി താൻ കൂടെ ചേർത്തവരുടെ തിന്മകളും അവരുടെ സാമീപ്യത്തിലൂടെ തനിക്കുണ്ടായ നഷ്ടങ്ങളും ദുരിതങ്ങളും എന്തെന്നും അയാൾ തിരിച്ചറിഞ്ഞു. പക്ഷെ അപ്പോഴേക്കും തന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും അതേ ആത്മാർത്ഥതയോടെ തനിക്ക് വേണ്ടി ജീവിക്കുകയും എന്തിനും തനിക്കൊപ്പം കൂടെ നിൽക്കുകയും ചെയ്ത വ്യക്തി അയാളെ വിട്ടകന്നു പോയിരുന്നു. ഏതൊരാളുടെ ജീവിതത്തിലും ഒരു അവസരം വന്നു ചേരും. എന്നാൽ മനുഷ്യന്റെ അത്യാഗ്രഹങ്ങളും മറ്റുള്ളവർ എന്ത് കരുതുമെന്ന ചിന്തകളും ആ അവസരം നഷ്ടപ്പെടുത്തുകയും ചെയ്യും. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ തെറ്റെന്ന് കരുതുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശരിയാണെങ്കിൽ അതിൽ നന്മയും ധർമ്മവും ഉണ്ടെങ്കിൽ ആ തെറ്റ് തുടരുക. ഒരിക്കൽ ഏറ്റവും വലിയ ശരിയായി അത് മാറും. എന്നാൽ തിന്മകളും അധാർമികവുമായ വഴികളിലേക്ക് നിങ്ങൾ തിരിഞ്ഞാൽ നിങ്ങളുടെ ശരികൾ പോലും തെറ്റായി മാറും. അവിടെ ദൈവങ്ങളിൽ പഴിചാരിയിട്ട് യാതൊരു അർത്ഥവുമില്ല. ഏതൊരു ജീവജാലങ്ങളും പ്രകൃതിയുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. നിങ്ങൾ എന്തു തന്നെ പ്രവർത്തിച്ചാലും നന്മ തിന്മകൾ വേർതിരിച്ച് പ്രകൃതി അതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യും.